അയാള് പൊയ്ക്കോട്ടെന്നേ. എന്നിട്ട് പരിശുദ്ധി ഇല്ലാത്ത ഒരുത്തിയെ ചുമക്കട്ടെ. എവിടുന്നോ കളഞ്ഞു കിട്ടിയ വേറൊരുത്തിയെ സംരക്ഷിക്കട്ടെ. അവളുമാരോട് സഹതാപം കടന്ന കണ്ണേട്ടനെ എനിക്കും അന്യനാ അമ്മേ. എനിക്കും ഇപ്പൊ അവനെ മോനായിട്ട് കാണാൻ പറ്റുന്നില്ല. മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാ എനിക്ക് വേണ്ടി അധ്വാനിച്ച കഥകളാ പുള്ളിക്ക് പറയാനുള്ളത്. അവളുമാരെ പോറ്റിയൊന്നും മനസ്സിലില്ല. ഇനി നേർക്ക് നേരെ ഒന്ന് സംസാരിച്ചാലേ പറ്റൂ. ഞാൻ എന്തിനാ അമ്മയെ തല താഴ്ത്തുന്നത്? സ്വന്തം മാമന്റെ മോളെ കെട്ടിയത് കൊണ്ട് ഇപ്പൊ ഈ കിടപ്പാടെങ്കിലും ഉണ്ട്. ഒന്നും പറയുന്നില്ല ഞാൻ. എന്റെ കുഞ്ഞങ്ങ് തെളിഞ്ഞു പോയി. മോളെ, അവളുമാര് പോയപ്പോ മുറ്റത്ത് ചാണകവെള്ളം കുടഞ്ഞു. എന്നാ വീടിനകം ഒന്ന് ശുദ്ധിയാക്കിയില്ല. ഒന്ന് തുടച്ച് വൃത്തിയാക്കപ്പച്ചി. അവളുമാരുടെ ഒരു പൊട്ടും പൊടിയും പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരുത്തിയുടെ കുടുംബത്തോട്ട് എല്ലാം കൂടെ പോയിരിക്കുന്നത്. അവിടെ കിണറേ ഉള്ളൂ, കുളവില്ല. ഇവളുമാര് ചെന്ന് അവിടെ മൊത്തത്തില് കുളവാക്കിക്കോളും. ഇപ്പൊ രാത്രി ജനാലയിൽ ആരെങ്കിലും ടോർച്ച് അടിക്കുന്നുണ്ടോ അപ്പച്ചി? ഏയ്, ഇനിയിപ്പൊ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവത്തില്ല. എന്നിട്ട് അതൊക്കെ എന്റെ തലയിലാക്കാൻ നോക്കി. അടി കൊടുത്താ പറഞ്ഞു വിടേണ്ടിയിരുന്നത്. പിന്നെ പോയല്ലോ. എന്റെ മോളെ, അവളുടെ ചേച്ചിയുടെ കെട്ടിയോനെ ഈ സിനിമയിലൊക്കെ ചെറിയ നടീനടന്മാരെയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന പണിയാ. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. അങ്ങനെ എന്തോവാ. മിക്കവാറും അവളുമാർക്കും ആ പണി ചെയ്യേണ്ടി വരും. അഴിഞ്ഞാടി നടക്കുന്നവളുമാർക്ക് എന്തും ചെയ്യാലോ. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത്രയും നാളും കണി കണ്ടോണ്ടിരുന്നതേ കാർത്തു എന്ന ആ കരിന്തേളിനിയാ. ഇനി മോള് വേണം അപ്പച്ചി ഉണരുമ്പോ കൺമുമ്പിൽ വന്ന് നിക്കാൻ. ഇത്തിരി നേരത്തെ എഴുന്നേക്കണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ 8 മണിയാവല്ലോ അപ്പച്ചി എണീക്കാൻ. അതുപോരാ. അത് രാവിലെ ഉറക്കം എഴുന്നേക്കണം. കുളിച്ചിട്ട് പൂജാമുറി കേറിയിട്ട് നേരെ അടുക്കളയിലേക്ക് വരണം. നടന്നത് തന്നെ. എന്നിട്ട് അപ്പച്ചിയെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോ മോള് പയ്യെ പയ്യെ പാചകം പഠിക്കും. പിന്നെ അപ്പച്ചിക്ക് ജോലി ഭാരമില്ല. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. മോളെന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല അപ്പച്ചി. അവളുമാരിനി തിരിച്ചു വരുമോന്ന് ആലോചിച്ചതാ. വന്നാൽ ദേ ഇപ്പൊ ചാണകവെള്ളം മുറ്റത്താ കുടഞ്ഞത്. അതിനി അവളുമാരുടെ മോന്തയ്ക്ക് കുടയും ഞാൻ. എന്നിട്ട് ചൂലുകൊണ്ട് അടിച്ചു ഓടിക്കും. ജാരനെ കൊതിച്ചിട്ട് സ്വന്തം പുരുഷനെ വെടിഞ്ഞവളാ പവിത്ര. അതുകൊണ്ട് നോക്കിക്കോ മോളെ, ഇനി അവക്ക് ജാരനും കാണില്ല, ഭർത്താവും കാണില്ല. തീയും പുകയും എത്ര നാളും മൂടി വെക്കാൻ പറ്റും മോളെ? ഞാൻ തന്നെ ഇവിടെ നടന്ന കഥകളൊക്കെ പാട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിൽ നിന്ന് വരുന്നവൻ അവളെ അടക്കി പിടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മോള് എനിക്കൊരു ഉപകാരം ചെയ്യണം. നല്ലത് പറയാനായാലും ദുഷിക്കാനായാലും ഇനി അവളുമാരുടെ കാര്യം പറയരുത്. ഇല്ല. രണ്ടിന്റെ മുഖം ഞാൻ മറക്കാൻ നോക്കുക. ഒരു വെളുത്ത പാമ്പും ഇരുനിറത്തിലും വേറൊരു പാമ്പും. പാമ്പ് വീട്ടിനകത്ത് കേറുന്നതേ ദോഷമാ. രണ്ടും പോയി ശുദ്ധി കലശവും നടന്നു. ഇനി ഒരു നാഗപൂജ കൂടി നടത്തിയ മൂദേവി പോയി മഹാലക്ഷ്മി എരച്ചിങ്ങ് കേറും. അല്ല, മോളിതങ്ങോട്ടാ? ഒന്ന് ജയില് വരെ പോണ അപ്പച്ചി. കണ്ണേട്ടിനെ ഒന്ന് കാണണം. പാവം, ഈ ചതിയും വഞ്ചനയൊന്നും അറിയാതെ അകത്ത് കിടക്കുവാണല്ലോ. കാണുമ്പോ അവളുമാരിവിടുന്ന് പോയ കഥ നീ പറയുവോ? അയ്യോ, അത് പറയില്ല. എന്തിനാ വെറുതെ അത് പറഞ്ഞ് കണ്ണേട്ടിനെ വേദനിപ്പിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും പവിത്രയും കാർത്തൂനെയും കണ്ണേട്ടിന് ജീവന. എന്നെ കാണുമ്പോഴും അവരോടുള്ള സ്നേഹം കൊണ്ട് വായി തോന്നതൊക്കെ വിളിച്ചു പറയും. എങ്കിലും കൊറേ ദിവസം ആയല്ലോ കണ്ടിട്ട്. ഒന്ന് കാണാലോ.
എന്റെ മോനെ ജയിലിലാക്കിയ രാക്ഷസികൾ രണ്ടും മുടിഞ്ഞു പോണേ. എന്റെ നടു പോയേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടിവായോ. എന്റെ അമ്മോ, അയ്യോ എന്റെ നടുവും കാലും എല്ലാം പോയേ. അയ്യോ, ആരുമില്ലേ, സഹായത്തിന് ആരുമില്ലേ. എന്റെ അമ്മോ, ആരെങ്കിലും ഒന്ന് വായോ, അല്ലെങ്കിലേ എന്റെ നടു പോയിരിക്കുവാന്ന്. അയ്യോ. ബാഹുലേന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ ദീപേട്ട. ഒന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നിന്നെയും കൊണ്ട് മുകളിലേക്ക് പോകാനിരുന്നവൻ എന്തിനാടി സൂക്ഷിക്കുന്നത്? മരിക്കാനായാലും ജീവിക്കാനായാലും ദീപേട്ടന്റെ കൂടെ. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ലടി. മരണം തന്നെയാ ഞാൻ നിനക്ക് വിധിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, അതിനുവേണ്ടി ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കേയുള്ളൂ. ദീപേട്ടനോട് ഞാൻ ചെയ്തത് ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാ. എന്റെ ഭർത്താവ് ഒരു ഡോക്ടറാണെന്ന് പറയാനുള്ള ആവേശം എനിക്ക് ഇടയ്ക്ക് ഉണ്ടായിപ്പോയി. ദീപേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ഭയക്കുകയും ചെയ്തു. എന്നാൽ ആ ഭയം വീണ്ടും സ്നേഹമായി മാറി. അതിന് ആരോടും പറയാത്തൊരു കാരണമുണ്ട്. ഒരച്ഛനാകാനുള്ള ഭാഗ്യം ഉണ്ണിയേട്ടനില്ല. അതെ ദീപേട്ട, അയാൾക്കൊപ്പം ജീവിച്ച എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോ നീ എന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയല്ലേ? തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ദീപേട്ട. എന്റെ പക്വതയില്ലായ്മ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു കുറവുണ്ടായത്. അവനല്ലെങ്കിലും നിന്നെപ്പോലെ അടി നന്ദി കെട്ടവനാ. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. അവനെ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് നടന്ന ഒരാള്. കണ്ണേട്ടൻ എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞടി. ആ മനുഷ്യന്റെ ഒക്കെ കണ്ണീരും സങ്കടവും വെറുതെ ആവില്ല. അവൻ ഇനിയാണ് ഇരുന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാവിശ്ശേരി കരുണനെ പോലൊരു മാമനല്ല, കണ്ണേട്ടനെ പോലൊരു ഏട്ടനെയാ വേണ്ടതെന്ന് തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളായി. നീ ഇപ്പോഴെനിക്ക് നിന്നേക്കാളും ദേഷ്യം അവനോടാ. എനിക്കും ഉണ്ടാ ദേഷ്യം. അവനൊരു അച്ഛനാകുമായിരുന്നെങ്കിൽ നിനക്ക് ഈ ദേഷ്യം ഉണ്ടാകുമായിരുന്നോ? പുറത്തേക്ക് വരുന്ന എന്നെ വീണ്ടും ഏതെങ്കിലും കള്ളക്കേസിൽ ബാഹുലേയം കൊടുക്കും. അത് ഉറപ്പാ. അതുകൊണ്ട് നീ മറ്റേതെങ്കിലും ചെറുപ്പക്കാരുടെ പിന്നാലെ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ല ദീപേട്ട, ഇനി എന്റെ കാത്തിരിപ്പ് ദീപേട്ടന് വേണ്ടി തന്നെയാ. ദീപേട്ടൻ കെട്ടിയ താലിയും എന്റെ കഴുത്തിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പവിത്രയിടത്തേക്കും കാർത്തൂനും നീ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഞാൻ സ്നേഹത്തോടാ അവരോടൊക്കെ പെരുമാറുന്നത്. എന്നാ ഉണ്ണേട്ടൻ ഏതു നേരം അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാർത്തൂനോട് രാത്രിയില് ഉണ്ണേട്ടൻ മോശമായിട്ട് പെരുമാറി. ആ സംഭവം ഞാൻ അറിഞ്ഞത് പിന്നെ ഉണ്ണേട്ടന് കാർത്തൂനോടും പവിത്രേടത്തിയോടും തീർത്താ തീരാത്ത കലിയ. അവര് കല്യാണത്തിന് പോയിട്ട് വന്നോടി? ഇല്ല. ഇനി വരുമോ? വരും. പക്ഷെ ഉണ്ണേട്ടൻ അങ്ങോട്ട് വരണമെന്ന് താല്പര്യമില്ല. നീയാണ് ആ തറവാടിന്റെ ഐശ്വര്യം എന്നവൻ വിശ്വസിക്കുന്നു അല്ലേ? മണ്ടനാടി അവൻ. കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവനാ. നീ വയ്ക്കോ. ഇനി എന്നെ കാണാനെന്ന് പറഞ്ഞ്
ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരും. പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലുന്നെങ്കിൽ കൊന്നു. എന്നാലും ഇനി എന്റെ സ്നേഹത്തിന് മാറ്റമില്ല. നാണമില്ലല്ലോടി ആ ജയിലിൽ പോയി അവനോട് മനസ്സ് തുറക്കാൻ. നിനക്കേ ഒന്നിനും ഒരു കുറവുമില്ല. അതുകൊണ്ട് ഭർത്താവായ ഡോക്ടറെയൊക്കെ നിനക്ക് പുല്ലുപോലെ തള്ളിക്കളയാം. നീ എന്താടി മതിലകത്ത് പോകാത്തത്? ഞാൻ ഇന്നലെ അവിടെ ആയിരുന്നല്ലോ. ഇന്നലെ മാത്രം പോരാ, കെട്ടിച്ച വീട്ടിൽ എന്നും കാണണം. അവിടെ താമസിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അയ്യോ, പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു. എടി, അവിടെ ഇപ്പൊ തല്ലാനും വഴക്കൂടാനൊന്നും ആരും ഇല്ലടി സുധേ. അതിന്റെ പ്രയാസമാണ് നമ്മുടെ മോക്ക്. എന്നാ പിന്നെ പവിത്രയും ആ അനാഥ പെണ്ണിനൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താവടി. പെണ്ണിന്റെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോ എനിക്കൊന്ന് പൊട്ടിക്കാനാ തോന്നുന്നത്. അവന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് അവനോടൊപ്പം ജീവിക്കുന്നതിന് പകരം ജയിൽ പുള്ളിയായ ഒരുത്തരെ മനസ്സിലിട്ടോണ്ട് നടക്കുക. ദീപേട്ടൻ എന്തിനാ ജയിലിൽ പോയെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അന്ന് ദീപേട്ടൻ കനിഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാരും ഇപ്പൊ ജയിൽ പുള്ളിന്ന് വിളിക്കുന്നതേ എന്നെയായിരുന്നേനെ. നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് അവനോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലേ അത് നേരത്തെ പറയണമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഉണ്ണിയേട്ടനെ വേണം, ഡോക്ടറെ വേണം എന്നൊക്കെ പറഞ്ഞ് ചാടുമല്ലായിരുന്നു. അന്നേരം ജയിലിൽ കിടന്നവന്റെ കാര്യം നീ അങ്ങ് മറന്നുപോയോ? ശരിയാ, മറന്നുപോയി. എന്നാ ഇപ്പൊ കാര്യങ്ങൾ തിരിച്ചായെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അതെന്താന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ദീപേട്ടനെ പുറത്തു കൊണ്ടുവരണം. അവൻ ജയിലിലേക്ക് പോയിട്ട് അവനെ സ്നേഹിക്കുകയാണല്ലോ കരുണേട്ടാ. അതെ, ഇതുവരെ കാണാത്ത ഒരു സ്നേഹം ഇപ്പൊ അവക്ക് അവനോടുണ്ട്. അല്ലടി, ഈ ഉണ്ണിക്ക് എന്താ ഒരു കുറവ്? അതാ ഞാനും ആലോചിക്കുന്നത്. സുധേ, എങ്ങനെയൊക്കെയോ പഠിച്ച് ഡോക്ടറായെങ്കിലും അവൻ അത്ര പോരാന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എന്താ അവന്റെ പോരായ്മ? അതവക്കല്ലേ അറിയാവൂ. പെണ്ണാണെങ്കിൽ വാശി പിടിച്ചാ പിന്നെ ദൈവത്തിന് പോലും പിടിച്ചു കെട്ടാൻ പറ്റിയല്ല. ആ സ്വഭാവമൊക്കെ മാറണം. എന്നും അവളുടെ വാശിപ്പുറത്ത് നിന്നതുകൊണ്ടാ നമ്മളിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നത്, ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് തല്ലും കൊള്ളുന്നത്. നീ നോക്കിക്കോടി, ഒരു കാരണവശാലും അവനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കത്തില്ലടി. അവൻ അവിടെ കിടന്ന് തല്ലുകൊണ്ട് പഴുക്കും. വല്ലാത്തൊരു ചതിയാണല്ലോ ആ പെൺകുട്ടി ചെയ്തത്. അതെ, അവളെ പിന്നെ കൊല്ലല്ലേ കണ്ണട്ട വേണ്ടത്. കൊന്നു കളഞ്ഞാൽ തനിക്ക് ഇവിടെ ജയിലിൽ വന്ന് കിടക്കാം. അവള് മരണത്തോടെ രക്ഷപ്പെടുകയും ചെയ്യും, അല്ലെ? അതല്ലൂടോ വേണ്ടത്. അവളുടെ സ്വഭാവം വെച്ച് അവൾ ഒരുപാട് അനുഭവിക്കാനുണ്ട്, ജീവിതം പഠിക്കാനുണ്ട്. അതങ്ങനെ തന്നെ വേണം. അല്ല, എന്റെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞല്ലോ അവള്. ഏത് കുടുംബത്തിലെ? അതൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. വഴി അതൊക്കെ കണ്ണേട്ടൻ അറിഞ്ഞോളൂ. നമ്മുടെ ഈ കാലത്ത് മനുഷ്യന്മാരധികവും സ്വത്തിന്റെയും പണത്തിന്റെയും പിന്നാലെയാ. അതൊക്കെ വേണം ആവശ്യത്തിന്. എന്നാൽ അതിനേക്കാളും മൂല്യമുണ്ട് നമ്മൾ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്. അവളുടെ സ്വഭാവം നന്നായ പിന്നെ ബാക്കി എന്ത് കുറവുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കണക്കിന് ഈ പറഞ്ഞ പെണ്ണിനെ തനിക്ക് കിട്ടാതിരുന്നത് നന്നായി. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവള് കൈവിട്ടു പോയാലോ? പിന്നെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗമുണ്ടോ? കണ്ണേട്ടന്റെ അനിയൻ കല്യാണം കഴിച്ച വിജിതയെ പറ്റി എന്താ അഭിപ്രായം? അവളും താൻ പറഞ്ഞ പെണ്ണിനെ പോലൊരു സ്വഭാവക്കാരിയാ. ഉണ്ണിക്ക് പറ്റിയ അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെ അബദ്ധമാവുന്നത് കണ്ണേട്ട? ഉണ്ണിയെ പോലൊരാൾക്ക് അതുപോലൊരു പെണ്ണിനെ അല്ലേ കിട്ടേണ്ടത്? അനിയനായി പോയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനും പറ്റുന്നില്ല. എങ്കിലും കർമ്മഫലം ഉണ്ടല്ലോ കണ്ണേട്ട, അത് അനുഭവിച്ചില്ലേ പറ്റൂ. ആ നാട്ടില് ഞങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബങ്ങൾ കാണില്ല. വെള്ളപ്പൊക്കം വന്നപ്പോ ഒന്ന് ഒലഞ്ഞു എന്നുള്ള ഒഴിച്ച വിളവെടുപ്പും കൊയ്ത്തും മെതിക്കലും ഒക്കെ ആയിട്ട് ഒരു ഉത്സവം തന്നെയായിരുന്നു അവിടെ. തേവരുടെ പറ എഴുന്നള്ളിപ്പ് വരുമ്പോ നെല്ലും മലരും ഒക്കെ നിറച്ചിരുന്നത് കാർത്തുവാ. അനാഥ പെണ്ണെന്ന അമ്മ ആക്ഷേപിക്കുമെങ്കിലും അവള് ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം തന്നെയായിരുന്നു. മോള് പൂജാമുറി കയറി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവിടെ തന്നെ ഇരിക്കും. ദൈവങ്ങളോട് ചിലപ്പോ വർത്താനം പറയുന്നതും കേൾക്കാം.
പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്പലം പോലെയായി പൂജാമുറി. അങ്ങനെയുള്ള കാർത്തൂന് പടിയിറങ്ങി പോവേണ്ടി വന്ന അത് കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവും. കല്യാണം കഴിഞ്ഞു പോയാൽ കുഴപ്പമില്ല, അല്ലാതെ കരഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. ചേട്ടൻ കൂടുതൽ നേരം കാർത്തൂനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ചേട്ടന്റെ മോളെ കുറിച്ച് പോലും അധികം പറയാറില്ലല്ലോ. ശരിയാ, എന്റെ മോളെക്കാളും ഒരുപടി കൂടുതൽ ഞാൻ കാർത്തൂനെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പാവമാ, സാധു പെണ്ണാവള്. അങ്ങനെയുള്ള കാർത്തൂനും പവിത്രയെടുത്ത് ചേട്ടന്റെ മോളെയൊക്കെ ഉണ്ണി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനവനെ ശിക്ഷിക്കുന്നത് ഞാനായിരിക്കും. താനോ? അതിന് എന്റെ വീടുമായിട്ട് തനിക്കെന്താ ബന്ധം? ഒന്നുമില്ല ഏട്ടാ, ഏട്ടന്റെ കഥകൾ കേട്ടപ്പോ അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ വാർഡന്മാരും ചില ജയിൽ പുള്ളികളൊക്കെ ഏട്ടനൊരു ശത്രുവിനെ പോലെയാണോ കാണുന്നത്? അതിന് പിന്നിൽ സ്വന്തം മാമൻ തന്നെയാണോ? ആവാനാണ് സാധ്യത. എടാ കരുണ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ദീപൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ കരുതി എന്റെ ജീവിതം ഏറ്റവും വലിയ ദുരന്തമൊന്ന്. എന്നാൽ ഒരു കുടുംബത്തിന് വേണ്ടി നാൽക്കാലിയെ പോലെ കഷ്ടപ്പെട്ട ഏട്ടന് സംഭവിച്ച ഓരോന്ന് കേൾക്കുമ്പോ എനിക്ക് സംഭവിച്ചതൊക്കെ നിസ്സാരാണെന്ന് തോന്നുക. നമ്മൾ മുജ്ജന്മങ്ങളിലൊക്കെ വിശ്വസിച്ചു പോകുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അതീവ. മനുഷ്യനെയും പ്രകൃതിയും ഒരുപോലെ സ്നേഹിച്ചു, എന്നിട്ടൂടെ കിടക്കേണ്ടി വന്നെങ്കിൽ അത് മുൻ ജന്മത്തിലെ പാപത്തിന്റെ ഫലമല്ലാതെ മറ്റെന്താ? പവിത്രയും കാർത്തൂനെയും നന്ദന മോളെയൊക്കെ കാണണം തോന്നുന്നുണ്ട്. അവർക്കരികിലിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തിനാ, ഓണം പോലും ഇവിടെ ആയിപ്പോയി. ഒന്നും കഴിക്കാതെ ഒരുപാട് വിഷമിച്ചൊരു ഓണം. അന്നും കിട്ടി വാർഡൻ സാറിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല്. എന്താണ് എന്നെ പറ്റി പറയുന്നത്? സാറിന്റെ തല്ലിന്റെ മഹത്വത്തെ പറ്റി പറയായിരുന്നു. ഇവന്റെ കയ്യിലിരിപ്പതാ. ബാക്കി എല്ലാരും ജയിൽ പുള്ളികളും, ഇവൻ മാത്രം തറവാടിയും. അതെ, തറവാട് തന്നെയാ. സാറിനെന്താ സംശയമുണ്ടോ? അയ്യോ, നീ പറഞ്ഞാ പിന്നെ അപ്പീലില്ലേ? എന്റെ അമ്മോ, എന്തൊരു വേദന! അവളുമാർ അവിടെ ഇരുന്ന് എന്നെ പ്രാഗുവാണോ? വേദന പറയുന്നില്ലേ? അയ്യോ, എന്തോ ചേപ്പച്ചി? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. നീ പോയതിന് തൊട്ടു പിറകെ ഞാൻ കാല് വഴുതി ഒന്ന് വീണു. എന്നിട്ട് നിങ്ങൾ പറ്റിയോ അപ്പച്ചി? ഒന്നും പറയണ്ടെന്റെ കുഞ്ഞെ. നടുവും പോയി, കാലും പോയി. കാല് തെറ്റിട്ടെ നടു ഇടിച്ച വീണ്. എഴുന്നേറ്റപ്പോ കാലിന്റെ കുഴയ്ക്ക് ഭയങ്കര വേദന. ഇത് നേരത്തെ തൊട്ടുള്ളതാ. വീണപ്പോ കുറച്ചുകൂടി അങ്ങ് കൂടി. മോളെ, ഈ കുഴമ്പിച്ചിരി അപ്പച്ചിയുടെ കാലെ തൂത്തതാ. അയ്യോ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഈ കുഴമ്പിന്റെ സ്മെല്ലടിച്ചാലേ ഞാൻ വോമിറ്റ് ചെയ്യും. ഓ, ഞാനിവിടെ നടുപിടിച്ച് വീണ് കിടന്ന് നിലവിളിച്ചിട്ട് ഓടി വരാൻ ഒരാള് പോലും ഇല്ലായിരുന്നു. അയ്യോ, കഷ്ടായി പോയി. അതെ, ഈ വേദനയൊന്ന് മാറിക്കഴിഞ്ഞാലും ജോലി ഇവിടെ ഒരുപാടുള്ളതാ. അതുകൊണ്ടാ പറഞ്ഞ ഒന്ന് തടവിത്താ മോളെ. അപ്പച്ചി ഒരു കാര്യം ചെയ്യും, വേഷം മാറി വന്ന് കാറി കയറ്, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാം. ഇതിനു മുമ്പ് ഞാനൊന്ന് പോയതാ. അന്ന് കണ്ണിച്ചോരയില്ലാത്തൊരു ഡോക്ടർ കാലെ പിടിച്ച ഒരൊറ്റ ഞെക്ക്, എന്റെ ജീവൻ പോയി. അപ്പൊ കുറച്ച് വേദനിച്ചാലും പിന്നെ മാറില്ലേ? എവിടെ മാറാൻ? അതിനുശേഷമാ എന്റെ കാല് ഈ പരുവത്തിലായത്. ഒരു തവണ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും ചെല്ലാൻ പറഞ്ഞു കാണും. അപ്പച്ചി ചെന്ന് കാണില്ല. ആദ്യം കണ്ടപ്പോ ഉള്ള വേദന ഓർത്ത പിന്നെ ആരെങ്കിലും പോവോ? വയസ്സുകാലത്ത് അമ്മായിമ്മമാർക്ക് ഒരവശത വരുമ്പോ നോക്കേണ്ടത് മരുമക്കളുടെ കടമയാ. ഞാൻ നോക്കാതിരിക്കോ അപ്പച്ചി? പിന്നെ ചെയ്യാൻ പറയാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞാ അത് ഇച്ചിരി ബുദ്ധിമുട്ടാ. ഞാൻ കുഴമ്പിട്ട് തടവി തന്ന അപ്പച്ചിക്കത് ആശ്വാസമായിരിക്കും. പിന്നെ കിടപ്പിലാവാൻ പോകുന്നത് ഞാനാ, ഛർദിച്ച് കുഴഞ്ഞു. മോളെ, ഇതുപോലെ ഒന്ന് വീണ് കാലുളിക്കുന്നിരിക്കട്ടെ,
അപ്പൊ ഞാൻ നിന്റെ കാലിൽ കുഴമ്പിട്ട് തന്നൂന്നിരിക്കട്ടെ, അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുവോ? അങ്ങനൊരു സംഭവം ഉണ്ടായ ഞാൻ വീട്ടിലിരുന്ന് ഇതുപോലെ കുഴമ്പിട്ടൊന്നും തടവില്ല അപ്പച്ചി. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും. എന്നിട്ട് പറ്റിയൊരു ഡോക്ടറിനെ അങ്ങ് കാണും. ഓ, അങ്ങനെയാ വേണ്ടത്. ഓരോന്നിനായി സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട്. പനിക്കും പല്ലിനും എല്ലിനും ഒക്കെ. അവരെ കണ്ടു കഴിഞ്ഞ് മരുന്ന് കഴിച്ചാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരില്ല. കുഴമ്പിട്ട് തരാൻ വയ്യെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ മോളെ? അല്ല, ഞാൻ വരുന്നത് വരെ അപ്പച്ചി തന്നെയല്ലേ കുഴമ്പിട്ട് തടവിക്കൊണ്ടിരുന്നത്? ആ ശരി ശരി, അതൊക്കെ പോട്ടെ. കുഴമ്പിന്റെ മണം പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അതെ, ഇനി ഈ വീട്ടില് ജോലി ഒരുപാടാ. അതൊക്കെ മോള് ചെയ്യുവോ? അയ്യോ, എനിക്കറിയാൻ പാടില്ലാത്ത പണിയൊന്നും ഞാൻ ചെയ്യില്ല അപ്പച്ചി. മോക്ക് എന്തെങ്കിലും പണി അറിയാവോ? ഒന്നും അറിയില്ല. ആ, അതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നെയല്ല, എന്റെ അമ്മയെയാ. എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അറിയാത്ത ജോലി ചെയ്തിട്ട് അതിന്റെ പഴി അപ്പച്ചി ഉൾപ്പെടെ മറ്റുള്ളവരുടെ വായിന്ന് കേൾക്കാൻ എനിക്ക് വയ്യ.